എറണാകുളം രവിപുരം ലൂഥറൻ ചർച്ചിലെ ഇടവക വികാരിയായ ഫാദർ സന്തോഷ് രാജാണ് മോണോ ആക്ടിലും കലയിലും അലോഖയുടെ ആദ്യ ഗുരു. പിന്നീട് തേച്ചുമിനുക്കാൻ മറ്റ് അധ്യാപകർ ഉണ്ടായെങ്കിലും ഇപ്പോഴും ഏകാഭിനയത്തിന്റെ പെർഫെക്റ്റ് ടച്ച് അച്ഛനായ അച്ഛൻ തന്നെ. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പുരോഹിതനെ ഈ മക്കളെ ഇങ്ങനെ സിനിമ, നാടകം, മോണോ ആക്ട് ഈ മേഖലയിലൊക്കെ കടന്നു വരുന്നതിന് പുരോഹിതനെ എങ്ങനെയാണ് കഴിയുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ ഈ കാലത്ത് പ്രസക്തി ഇല്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം മനുഷ്യരുമായി ഇടപെടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആത്യന്തികമായ നമ്മുടെ ഓരോ മനുഷ്യനെയും ധർമ്മം. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പം സമൂഹത്തിൽ നടക്കുന്ന സ്പന്ദനങ്ങളെ, സമൂഹത്തിൻ്റെ ചുവരെഴുത്തുകളെല്ലാം കൃത്യമായി നമുക്ക് വായിക്കാനായിട്ട് പറ്റുക. അതിന് ഈ സിനിമ, നാടകം പോലെ മനുഷ്യനെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്ന മറ്റൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കലോത്സവ വേദിയിലെത്തിയ അലോഖ വേദിയിൽ അവതരിപ്പിക്കുന്നതും സമകാലിക ലോകത്തോട് സംവദിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അലോഖ. അച്ഛൻ എൻ്റെ ഗുരുവാണ്. അച്ഛൻ എന്നെ ഒരു അച്ഛൻ്റെ മകളായിട്ട് കാണുന്നതിൽ ഉപരി എന്നെ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു തിയേറ്ററിനെ വല്ലാണ്ട് സ്നേഹിക്കവും അതിന് പുള്ളിയുടെ പാസ്റ്റ് തന്നെ ഒരു നാടകവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പുരോഹിതനാവുമ്പോഴും ആ ഒരു കലയോടുള്ള സ്നേഹം അദ്ദേഹത്തിന് കൂടുതലുണ്ട്. അത് എന്നിൽ അടിച്ചേൽപ്പിക്കുകയല്ല, എന്നെ അതിനെ പരിചയപ്പെടുത്തി, ആ നാടകത്തെ സ്നേഹിപ്പിക്കുകയാണ് എൻ്റെ അച്ഛൻ എന്നെ ചെയ്തിട്ടുള്ളത്. 2 പ്രാവശ്യം ജില്ലയിൽ മോണോ ആക്ടിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദന്റെ 7 നിറങ്ങളുള്ള സ്വപ്നം എന്ന പുതിയ സിനിമയിൽ കുയിലി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അലോഖയാണ്. സിനിമ ജൂണിൽ തിയേറ്ററുകളിലെത്തും. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.